ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന 10th പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് ഫേസ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൽഫ കോഡ് എ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ആൽഫ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന എന്താണ്? ഓപ്ഷൻ 1 എന്താ? 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അതുപോലെ തന്നെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നിവയാണ് വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി എ. അടുത്തത്, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുർച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. കുർച്യ കലാപത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 1, കലാപം നടന്നത് 1812 ശരിയാണല്ലേ. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. തെറ്റാണല്ലേ. രാമനമ്പി ആയിരുന്നു കുറിച്യരുടെ നേതാവ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണെന്ന് നമുക്കറിയാം. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. പാലിയത്തച്ഛൻ ഇതിൽ വന്നിട്ടില്ല അല്ലേ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉമാണ് തെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ 3, 2024 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ക്വസ്റ്റ്യൻ എന്താണ്? 2024 സാഹിത്യ നോബൽ ലഭിച്ച ഹാൻ ഗാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത്. 1, സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. 2, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. 3, ദി വെജിറ്റേറിയൻ എന്ന നോവലിനെ മാൻ ബുക്കർ പുരസ്കാരം നേടി. 4, ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇനി 4, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. നോക്കിക്കേ. 1, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. ഇനി 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ്. ശരിയാണല്ലേ. ഇനി 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. തെറ്റാണല്ലേ. 4, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ ഏതാണ് ശരി? 4ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ 1, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാം ഉച്ചകോടി നടന്നത് എവിടെ? കസാനിലാന്ന് പറയുന്നു. അടുത്തത്, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 3, ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 4, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പം നമ്മളോട് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ശരി. അപ്പോൾ എന്തൊക്കെയാണ്? 1, 16ാം ഉച്ചകോടി ആണ് കസാനിലാണ് നടന്നത്. അതുപോലെ തന്നെ 4, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ISROവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന, ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. 1, ISRO സ്ഥാപിച്ചത് 1998 ISRO സ്ഥാപിച്ചത് 1998 ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ് ഭവനാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 6ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരി. 3 ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. 4 വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയാണല്ലേ. അടുത്തത് 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 3, 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 4, പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ 1924 ഒക്ടോബർ 12-ന് ആരംഭിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഓടക്കുഴൽ അവാർഡ് T വിനയചന്ദ്രൻ. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ബാക്കി 3ഉം ശരിയായ പ്രസ്താവനകളാണ് അല്ലേ. ഇതെന്താ 2004 കൊടുത്ത പുരസ്കാരങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 9, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഇവയെ ശരിയായ ഓർഡറിൽ കാലഗണനാ ക്രമത്തിലാണ് എഴുതേണ്ടത്. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. 9 ഓപ്ഷൻ എ ആണ് കേട്ടോ. 9 ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ് ആദ്യം വരുന്നത്? മലബാർ കലാപം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. ഇവയാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. അടുത്തത്, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ. 1, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. 2, KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. 3, കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4, ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കിംബുല്ലം ജാവേ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ മണിപ്പൂരാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് 12, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? 12ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ്. 13, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. 13ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 14, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഓപ്ഷൻ എ ആരവല്ലി. 15, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഓപ്ഷൻ ബി ആണ്, ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നറിയപ്പെടുന്നു. 16, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി മധ്യപ്രദേശാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശാണ് കേട്ടോ ഉത്തരം. 17, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. അപ്പോൾ 17 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18, മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനമായതാണ് ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി തമിഴ്നാടാണ്. ഓക്കെ.
19 മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മിൽപ്പ എന്നാണ്. 20 ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്തു വായിക്കാം? ഛോട്ടാ നാഗ്പൂർ പീഠഭൂവിലെ ഖനന നിയന്ത്രണം, പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, യമുനാ നദിയിലെ രാസമലിനീകരണം തടയൽ, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 20 ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 21 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. ഓപ്ഷൻ എ ആണ് 1937. 22 താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ബി ഉപ്പു സത്യാഗ്രഹം, സി ക്വിറ്റ് ഇന്ത്യ സമരം, ഡി നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ഏതാണ് 22ൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. 23 താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? 1 എ ദൈവദശകം, ബി വേദാധികാര നിരൂപണം, സി നവമഞ്ജരി. ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി. ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ പണി കിട്ടും അല്ലേ. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത്, അദ്ദേഹത്തിൻ്റെ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ദൈവദശകം, ബി വേദാധികാര നിരൂപണം, സി നവമഞ്ജരി, ഡി ദർശനമാല. അപ്പോൾ ഏതാണ് ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത്? അത് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. ഓക്കെ. 24 ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്താണ് ഉത്തരം? 24 ഓപ്ഷൻ ബി ആണ്. വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 11 ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം. 25 ചൂടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ബി MD വാസുദേവൻ നായർ, സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ആൻഡ് ഡി ONV കുറുപ്പ്. ഉത്തരം ഏതാണ്? 25 ഓപ്ഷൻ സി ആണ്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ: 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 രംഗനാഥ മിശ്ര കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 മുഖർജി കമ്മീഷൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരി. രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് ഉത്തരം. 27 തോഫാക കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. തോഫാക കർഷക സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. 28 ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. 29 താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ എ ഗോവ, ബി പോണ്ടിച്ചേരി, സി ചന്ദ്രനഗർ ആൻഡ് ഡി ട്രാൻകീബാർ. അപ്പം 29 ഉത്തരം ഏതാണ്? 29 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ട്രാൻകീബാർ. ഓക്കെ. അടുത്തത് താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ കുണ്ട്ര വിളംബരം 1809 ശരിയാ. രാവിലെ ഇന്ന് നമ്മൾ SCERT ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു കേട്ടോ. ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധം 1741 അതും നമ്മൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആറ്റിങ്ങൽ കലാപം 1721 ഇതും പഠിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ SCERT ക്ലാസ്സുകൾ എടുത്ത് നോക്കാം. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം 1810 അല്ല, കുറിച്യർ കലാപം 1812 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായത്. കണ്ടോ? അപ്പോൾ SCERT നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിലാണ് ഇത് പഠിച്ചത്. തോഫാക കർഷക തൊഴിലാളി സമരം ഒക്കെ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 31 മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ: 1
1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 2. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. 3. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3. 32. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തന്നിരിക്കുന്നതിൽ ശരിയായവ. അപ്പോൾ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ്. 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 33. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നത്. 2. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 3. 1993 ഡിസംബർ 16 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. 34. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ഓപ്ഷൻ സി ആണ്. എസ് സോമനാഥ് ഭുവനേശ്വരി. 35. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേതാണ്? 1. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 2. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. 3. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. 36. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. റഷ്യയാണ് ഉത്തരം. 37. കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1812 കുറിച്യർ ലഹള ഉണ്ടായത്. 2. വയനാട് ജില്ലയിലാണ് കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവർ ആണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. 3. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. 4. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു അല്ലേ. അപ്പോൾ 37 ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗമബോധിനി. ഓപ്ഷൻ സി ആണ്. കേരളീയ സുഗുണബോധിനി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ. 39. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? 1. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്തൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 3. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ. പാലക്കാട്, ചേലക്കര. 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41 എന്താ ഉത്തരം? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ എ 41. 42. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ എന്താണ് 43ൻ്റെ ഉത്തരം? ഓപ്ഷൻ ബി പള്ളിവാസൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കണ്ടോ? അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇതൊക്കെ കണ്ടിട്ട് പോകണം കേട്ടോ. 44. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ഇനി 45. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ എ പറമ്പിക്കുളം. 46. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 47. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ എ 20. 48. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റ്യൻ. 49. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ ആണ്. 50. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്തത്, കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിലും ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്ന് രാവിലെ ഇട്ട ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓപ്ഷൻ സി 1861. 52. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 53. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസാണ്. ഓക്കെ. 54. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് ടി.കെ. മാധവൻ. 55. 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ എ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം. ഓപ്ഷൻ ബി മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ. ഓപ്ഷൻ സി ഏകീകൃതമായ ശിക്ഷാവിധികൾ. ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം. 56. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നൽകിയത് ആരാണ് യോഗക്ഷേമ സഭ? ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത് 57. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. 57 ഓപ്ഷൻ സി ആണ്. ഓക്കെ. 58. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി അർണോസ് പാതിരി. 59. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. ഓക്കെ, നോക്ക് ഇന്ന് രാവിലെ പഠിച്ചത് ഇതൊക്കെ അല്ലേ? ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ രാവിലെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇത് നമ്മൾ SCERTയിലെ 7ാമത്തെ പാഠം കേരളം എട്ടാമത്തെ പാഠം കേരളം ആധുനികതയിലേക്കെന്നുള്ള പാഠത്തിൽ പഠിച്ചതാണ് ഇതൊക്കെ. 60. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് സ്ഥലം ഏതാണ്? അതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴ. 61. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസനാണ്. 62. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ പ്ലാസെൻ്റ. ഓപ്ഷൻ എ ആണ്. 63. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് സ്ക്ലീറൻ കൈമ. 64. ചെറുകുടലിനകത്തെ പോഷക ആഗീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകൾ. ഓപ്ഷൻ ബി ആണ്. 65. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് ഓപ്ഷൻ സി വൃക്കാധമനി.
66. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഓപ്ഷൻ 2. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. 3. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. 4. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇതിൻ്റെ ഉത്തരം. 66 ഓപ്ഷൻ ബി ആണ്. 3, 4 ശരി. 67. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ഓപ്ഷൻ സി മൊനീറ. 68. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. 69. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 69. 1. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചു നടക്കുന്നു. 2. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിൻ ഓക്സിജൻ ആവശ്യമാണ്. 3. ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. 4. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡുമായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 ശരി എന്നുള്ളതാണ്. 69 ഡി. 70. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? 70ൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി കണ്ണ്. 71. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. എന്താണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം? ഓപ്ഷൻ എ ആണ്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ. 72. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? അതെന്താണ്? അത് സമ്പുഷ്ട യുറേനിയം. ഓപ്ഷൻ ബി ആണ്. 73. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം. 73 എന്താ? വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം എത്രയാകും? ഓപ്ഷൻ ഡി 4 മടങ്ങാകും. 74. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രവേഗം, ബി ത്വരണം, സി വേഗം, ഡി സ്ഥാനാന്തരണം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി വേഗമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. 75. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എ ലാക്ടോമീറ്റർ, ബി ബാരോമീറ്റർ, സി തെർമോമീറ്റർ, ഡി ഹൈഡ്രോമീറ്റർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് ഉത്തരം. 76. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്തതാണ്. 76. ഓപ്ഷൻ എ പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ബി ഇലക്ട്രോണിനെ കണ്ടെത്തി. സി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം. ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 77. റബ്ബറിൻ്റെ മോണോമർ. ഓപ്ഷൻ ബി ഐസോപ്രീൻ. 78. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. 79. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏതാണ് അത്? ഓപ്ഷൻ ഡി ആണ് അലുമിനിയം. 80. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ഐസോബാറുകൾ. ഓപ്ഷൻ എ ഐസോബാറുകളാണ്. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സയൻസിൽ നിന്നും GK നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നുമുള്ള 80 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പരീക്ഷ എഴുതുന്നവരും ഈ രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡലും SCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളും കാണുക. അറ്റ്ലീസ്റ്റ് നിങ്ങളത് കേൾക്കുകയെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എണ്ണി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഇന്ന ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നുള്ളത്. SCERT ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.